എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ രാഹുൽ ഈശ്വർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും പുള്ളിക്കാരൻ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിറയെ മീഡിയക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ മീഡിയക്കാരോടായിട്ട് നമ്മുടെ രാഹുൽ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ദിലീപിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഒരുപാട് അഹോരാത്രം ദിലീപിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ അഹോരാത്രം പരിശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ധൈര്യമായിട്ട് പറയാമല്ലോ, ദിലീപിൻ്റെ പേരിലുള്ള കേസിന് തെളിവുകളില്ല എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ദിലീപ് പുറത്തേക്ക് വന്നല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് വേണേലും പറയാമല്ലോ. അപ്പോൾ രാഹുൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിലീപിന് വേണ്ടിയിട്ട് ഒരുപാട് വാദിച്ചിട്ടുണ്ട് രാഹുൽ. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെയൊക്കെ പരിശ്രമമായിട്ടായിരിക്കാം പുള്ളിക്കാരനെ പുറത്തേക്ക് വിട്ടത്, അല്ലേ? അപ്പോൾ എന്തായാലും പുള്ളി പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് ഒരുപാട് വാദിച്ചിട്ടുണ്ട്, ദിലീപിന് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ വാദിച്ചിട്ടുണ്ട്. ഞാൻ ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് 11 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷേ എന്താ പറയുന്നത്, നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ 11 കിലോ എന്നുള്ള ആവർത്തനം കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് കോമണറായിട്ടുള്ള അനീഷിനെയാണ്. ബിഗ് ബോസിനുള്ളിൽ വെച്ചിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതൊരു 1000 വട്ടം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ വായിൽ നാക്കിടാതെ തന്നെ കിടന്ന് 11 കിലോ ഞാൻ കുറച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോഴും എനിക്കൊരു സംശയമുള്ളതെന്ന് വെച്ചാൽ, പുള്ളിയെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ നിന്ന് പോയപ്പോൾ ഇട്ടിരുന്ന ആ ജാക്കറ്റൊക്കെ ഉണ്ട്. ഈ ജാക്കറ്റോടു കൂടിയാണോ ഈ പുള്ളിക്കാരൻ ആ ഒരു ജയിലിനകത്ത് കിടന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് മാത്രമല്ല, കമൻറ്റ് ബോക്സ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ആളുകൾക്ക് ആ ഒരു സംശയം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ദൃശ്യം കണ്ടിട്ട് വരാം. 11 കിലോ കുറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞ തീർന്നില്ല. ദിലീപിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി മീഡിയ പറയണം. അനീതിയാണ് നടക്കുന്നത്. 11 ദിവസമായി അനീതിയാണ് നടക്കുന്നത്. 11 ദിവസമായി. ഞാൻ ആരുടെയും ഫോട്ടോ ഇട്ടിട്ടില്ല. ആരുടെയും ഫോട്ടോയോ ഐഡന്റിറ്റിയോ ഞാൻ ഇട്ടിട്ടില്ല. 11 കിലോ കുറഞ്ഞു. 11 കിലോഗ്രാം കുറഞ്ഞു. 11 കിലോഗ്രാം കുറഞ്ഞു. ഞാൻ ദിലീപിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി നിങ്ങൾ മീഡിയക്കാർ പറയണം. ഒന്ന്, ഞാൻ ഫോട്ടോ ഇട്ടിട്ടില്ല സുഹൃത്തെ. ഞാൻ നിയമവിരുദ്ധമായൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല. ഫോട്ടോ ഇട്ടിട്ടില്ല. പേര് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് അതുകൊണ്ട് മെൻസ് കമ്മീഷൻ വേണ്ട. ഇതുകൊണ്ടാണ് 11 കിലോഗ്രാം കുറഞ്ഞു. 11 ദിവസമായി. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, പുരുഷ കമ്മീഷൻ കൂടിയേ തീരൂ. കാരണം സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചെന്ന് പറയാനായിട്ട് ഈ വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പുരുഷന് ഒരു പ്രശ്നമുണ്ടായാൽ അവർക്ക് ഓടിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പുരുഷ കമ്മീഷനും കൂടി വേണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം കേട്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ. ഇവിടെ പുരുഷ കമ്മീഷനും മറുവശത്ത് സ്ത്രീ കമ്മീഷനും, അതായത് വനിതാ കമ്മീഷനും. അപ്പോൾ ഒരു വിഷയമുണ്ടാകുമ്പോൾ സ്ത്രീകൾ വന്ന് സ്വാഭാവികമായിട്ടും വനിതാ കമ്മീഷനെ സമീപിക്കും. പുരുഷന്മാർ നേരെ ചെന്നിട്ട് ഈ പറയും പോലെ പുരുഷ കമ്മീഷനെ സമീപിക്കും. ഒടുവിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും പുരുഷ കമ്മീഷനും വനിതാ കമ്മീഷനും കൂടി കിടന്ന് തമ്മിലടിക്കുന്നതല്ലാണ്ട് അതിൻ്റെ പേരിലാണോ ഈ പരാതി വന്നത്? ആ ഒരു പരാതിക്കൊരു തീർപ്പുണ്ടാവാനും പോകുന്നില്ല. കമ്മീഷനുകൾ തമ്മിലായിരിക്കും അടിച്ചുകൊണ്ടിരിക്കുന്നത്. പുരുഷന് വേണ്ടിയിട്ട് പുരുഷ കമ്മീഷൻ വാദിക്കും, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വനിതാ കമ്മീഷൻ വാദിക്കും. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇന്നും നമുക്കറിയാം 2025 26 എന്ന് പറയുമ്പോഴും സ്ത്രീകൾ പുരുഷനോടൊപ്പം ആണ് എന്ന് പറയുമ്പോഴും എത്രയൊക്കെ പറഞ്ഞാലും ഒരു പുരുഷ മേധാവിത്വം എല്ലായിടത്തും നമ്മൾ കാണാറുണ്ട്. സ്ത്രീകൾ ഞങ്ങൾ പുരുഷനൊപ്പമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്നൊരിതെന്ന് പറഞ്ഞാൽ, ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം പോയ ആളുകൾ കാണിക്കുന്നത് അവരുടെ വസ്ത്രത്തിൻ്റെ നീളം ഒരിത്തിരി കുറയ്ക്കും, അത്ര തന്നെ. അല്ലാണ്ട് അതുക്ക് മീതെ ഒന്നും ആവാനായിട്ട് പോകുന്നില്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, സ്ത്രീകൾ പുരുഷനൊപ്പം തന്നെ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നു,
പാറ്റൻ ടാങ്ക് ഓടിക്കുന്നു, ഹെലികോപ്റ്റർ പറത്തുന്നു, യുദ്ധവിമാനം ഓടിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. തെങ്ങിൽ കയറുന്നു, തേങ്ങയിടുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പുരുഷനും ചെയ്യുന്നുണ്ട്, സ്ത്രീയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീയും പുരുഷനും എല്ലാ ജോലികളും ഒരേ സമയത്ത് ഒരുമിച്ച് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് പുരുഷനും സ്ത്രീയും തമ്മിലൊരു അന്തരം അത് ഉണ്ട്. നമ്മൾ എത്രയില്ല എന്ന് പറഞ്ഞാലും ആ ഒരു ഗ്യാപ്പ് അവിടെയുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ, ഒരു നടവഴിയിൽ നിന്ന്, ഒരു നടു റോഡിൽ നിന്ന് ഒരു പുരുഷൻ മൂത്രം ഒഴിക്കും, പക്ഷേ ഒരു സ്ത്രീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് തന്നെ അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പുരുഷ കമ്മീഷൻ വേണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ ജയിലിൽ പോയി 11 കിലോ വെയിറ്റ് കുറച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറ്റ് ചെയ്തിട്ട് വണ്ണം കുറയാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പോലും അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഫ്രീ ആയിട്ട് എന്തായാലും രാഹുൽ ഈശ്വറിനെ വണ്ണം കുറയ്ക്കാൻ സാധിച്ചല്ലോ. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ ഒരു വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളെന്ന് പറഞ്ഞാൽ ശരിക്കും അതിലും അപ്പോൾ ഇതിലെല്ലാത്തിലും എനിക്ക് രസകരമായി തോന്നിയത് ഒരാളിട്ടിരുന്ന കമൻറ്റാണ്. ആരാണ്ട് ഗർഭത്തിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് 11 കിലോ വെയിറ്റ് കുറച്ചതിൽ ആഹ്ലാദം കണ്ടെത്തി പുറത്തു വരുന്ന ഏക വ്യക്തി എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന ആ ഒരു കമൻറ്റാണ്. ഒരുപാട് കമൻ്റ് ഉണ്ട്. അതിൽ പലരും ചോദിച്ചിരിക്കുന്ന കമൻ്റ് എന്ന് പറഞ്ഞാൽ, പലരും പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവൻ്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, ഇവന് വട്ടാണെന്ന് തോന്നുന്നു, ഇവന് കിളി പാറി എന്ന് തോന്നുന്നു, ഇവന് പണ്ടേ അരപ്പിരി ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മുഴുപ്പിരിയാണ് എന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കമൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ചില കമൻറ്റുകൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ വെറുതെ ഞാനായിട്ട് കമൻറ്റിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് പറയും. അപ്പോൾ എന്തായാലും ചില കമൻറ്റുകൾ ഞാൻ അതിൽ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോൾ ടിങ്കാപ്പി എന്ന് പറയുന്ന ഒരാളിട്ടിരിക്കുന്ന ഒരു കമൻ്റ് എന്ന് വെച്ചാൽ, ഇവന് ചെറിയ വട്ടുണ്ടോ എന്ന് സംശയം, മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ വേറൊരാൾ ഇട്ടിരിക്കുന്നത്, നാസർ എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവന് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാസർ എന്നാണ് കമൻ്റ് ഇട്ട ആളിൻ്റെ പേര്. പിന്നീട് വിനുമണി എന്ന് പറയുന്ന ഒരാളിട്ടിട്ട്, നിൻ്റെ 15 കിലോ ഭാരം കുറഞ്ഞു, പക്ഷേ 1% പോലും നിൻ്റെ ഭ്രാന്ത് കുറഞ്ഞില്ലല്ലോ എന്നാണ് പറയുന്നത്. പിന്നീട് വേറൊരാൾ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു സംശയം, ഇവൻ ജയിലിൽ കിടന്നതും ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് പേര് 200 സംതിങ് ആളുകൾ അതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 11 കിലോ കുറഞ്ഞു എന്നാൽ ഇനി ആട് ജീവിതത്തിൽ അഭിനയിക്കാൻ പൊയ്ക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് മറ്റേ ബഷീർ എന്ന് പറയുന്ന ഒരാൾ. പിന്നീട് അലവലാദിയുടെ വായിലേക്ക് എന്തെങ്കിലും തള്ളിക്കൊടുക്കാൻ ആളില്ലേ, ഇത് കിളി പോയ മുതലാണ് എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിന് ഒരു മാറ്റവും ഇല്ല, ഇവനൊരു നരമ്പ് വിട്ടതുപോലെയാണ് എന്ന് പറയുന്നുണ്ട് മറ്റൊരാൾ. പിന്നെ വല്ലവൻ്റെയും ഗർഭത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്ന ആദ്യത്തെ ഇര എന്നും പറയുന്നുണ്ട്. ഞാൻ ദിലീപിന് വേണ്ടി ഫൈറ്റ് ചെയ്തു, എനിക്ക് വേണ്ടി മീഡിയക്കാർ പറയണം. ഇന്നത്തെ ചാനൽ ചർച്ച രാഹുൽ ഈശ്വരൻ്റെ വകയായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് മുഴുവട്ടാണെന്ന് പറയുന്ന ആളുകളുണ്ട്. മീഡിയക്കാരോട് ഒരു അപേക്ഷയുണ്ട്, ദയവ് ചെയ്ത് ഈ സാധനത്തിനെ ചർച്ചയ്ക്ക് വിളിക്കരുത്, ഫുൾ വട്ടാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് വരുന്നത്. ശരിക്കും കമൻറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വായിക്കുമ്പോൾ തെറിക്കമൻറ്റുകളൊന്നും അങ്ങനെയില്ല, പക്ഷേ ഇതുപോലത്തെ കമൻറ്റുകളാണ് നമുക്ക് രസകരമായിട്ട് വായിക്കാൻ പറ്റും. അത്ര തന്നെ. ഒട്ടും ബോറടിക്കാതെ വളരെ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം വായിച്ചാൽ മതി. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു കമൻറ്റ് വായിച്ച് ഇത്രയധികം എൻജോയ് ചെയ്തത്. അപ്പോൾ എന്തായാലും പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് വാദിച്ച് ഈ പറയും പോലെ കണ്ടവൻ്റെ ഗർഭത്തിൻ്റെ പേരിൽ സംസാരിച്ച് ജയിലിലേക്ക് പോയ ഏക വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്ന് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് 11 കിലോ കുറയാനായിട്ട് സാധിച്ചു. അപ്പോൾ എൻ്റെ ഡൗട്ടെന്ന് പറഞ്ഞാൽ, ഇത്ര ദിവസം നിന്നിട്ട് ഈ പുള്ളിക്കാരന് 11 കിലോ കുറഞ്ഞു, എന്നാൽ നമ്മുടെ ഗോവിന്ദച്ചാമിയൊക്കെ 11 കിലോ കൂടി. അതെങ്ങനെ സംഭവിച്ചോന്നറിയില്ല. ഈ പുള്ളിക്കാരൻ മനഃപൂർവ്വം ഭക്ഷണം കഴിക്കാതിരുന്നത് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല തെളിവല്ലേ 11 കിലോ പുള്ളിക്കാരൻ കുറച്ചിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ കണ്ടാൽ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.